നമ്മൾ പോകുന്ന നാഗ്പൂരിലേക്ക് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയ വിവരങ്ങളുമായി. ശ്രീനാഥ്, മഹാരാഷ്ട്ര എന്നുള്ളത് NDA സംബന്ധിച്ചും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലെ സീറ്റ് വിഭജന തർക്കങ്ങളുമൊക്കെ വാർത്തയായതുമാണ്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട്? അതിൻ്റെ ഈ കലാശക്കൊട്ട് പോലെയൊക്കെയുള്ള നമ്മളിവിടെ കാണുന്ന തരത്തിലേക്കൊക്കെയുള്ള ആവേശവും ആഘോഷവും ഒക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ടോ? അനുജ, എനിക്ക് പറഞ്ഞത് ഇവിടെ കാണാം. ആക്ച്വലി സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ ഒരു കൊട്ടിക്കലാശത്തിൻ്റെ കാഴ്ചകളൊന്നും ഇന്നില്ല. അതിന് പകരം രാമനവമിയുമായി ബന്ധപ്പെട്ട ഘോഷയാത്രയും മാറ്റുമാണ് ഈ റോഡുകളിലൊക്കെ, നാഗ്പൂരിലെ വീതികളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്നത്. രാമനവമി ആയതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ, ഈ വലിയ റാലികൾ ഒന്നും തന്നെ പാടില്ല എന്ന് ജില്ലാ ഭരണകൂടം അങ്ങനെ ഒരു അഭ്യർത്ഥന പാർട്ടികൾക്ക് മുന്നിൽ വെച്ചിരുന്നു. അത് ഏതായാലും പാർട്ടികൾ അംഗീകരിക്കുകയും ഈ രാമനവമി ജാഥ മാത്രമാണ് ഇപ്പോൾ ഏതായാലും നടക്കുന്നത്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ നാഗ്പൂരിൽ നിതിൻ ഗഡ്കരി പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി തന്നെയാണ്. നാഗ്പൂരിൽ കോൺഗ്രസും ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കിയതോടെ വലിയൊരു പോരാട്ടം ഇവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 തവണ കണ്ടതിനേക്കാൾ കൂടുതൽ വലിയ പ്രചാരണം നിതിൻ ഗഡ്കരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ നാഗ്പൂരിൽ നാട്ടിലേതുപോലെ അല്ലെങ്കിൽ മറ്റ് പലയിടങ്ങളിലൊക്കെ നമ്മൾ കാണാറുള്ളത് പോലെ വലിയ ബാനറുകളും മറ്റും സ്ഥാപിച്ചുള്ള വലിയ പ്രചാരണമൊന്നും തന്നെ ഇല്ല. അതിനപ്പുറത്തേക്ക് റാലികൾ, ആളുകളെ നേരിൽ കണ്ടുള്ള വോട്ട് അഭ്യർത്ഥന, ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഇന്നും രാവിലെ അത്തരത്തിലുള്ള പ്രചാരണമാണ് കാണാൻ കഴിഞ്ഞത്. നാഗ്പൂർ കഴിഞ്ഞാൽ പിന്നീട് പ്രധാനപ്പെട്ട ഒരു മത്സരം കാണുന്ന സ്ഥലമാണ് ഗഡ്ചിറോളി. മാവോയിസ്റ്റ് നക്സൽ ബാധിത മേഖലയാണ് ഈ ഗഡ്ചിറോളി. അതുകൊണ്ട് അതീവ സുരക്ഷാ മേഖലയിൽ പല ബൂത്തുകളും ഇവിടെ വരാൻ പോകുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കേണ്ടി വരുന്നുണ്ട്. ചന്ദ്രപൂർ ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു മണ്ഡലം. ഇവിടെ കോൺഗ്രസിന് കഴിഞ്ഞ തവണ ഒരേ ഒരു സീറ്റ് ലഭിച്ചത് മഹാരാഷ്ട്രയിൽ, അത് ചന്ദ്രപൂരായിരുന്നു. പിന്നീട് സ്ഥാനാർത്ഥി മരണപ്പെട്ടു. ഏതായാലും ഇത്തവണ അതേ സ്ഥാനാർത്ഥിയുടെ ഭാര്യയെ രംഗത്തിറക്കി ആ സീറ്റ് നിലനിർത്താനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുമ്പോൾ സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് പോരാട്ടം അവിടെ കൂടി കടുപ്പിക്കുകയാണ് BJP. അങ്ങനെ ഇരു പാർട്ടികൾക്കും നിർണായകമായ, അവർക്ക് അഭിമാന പ്രശ്നമായി മാറാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ വിദർഭ മേഖല. 5 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാഗ്പൂർ മേഖലയിലൊക്കെ RSSന്റെ ആസ്ഥാനം ഗഡ്കരിയുടെയും ഒപ്പം ദേവേന്ദ്ര ഫട്നാവിസിൻ്റെയും ഒക്കെ അവരുടെയൊക്കെ മണ്ണ്. അങ്ങനെ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ അവരുടെ ഒരു ബന്ധമുണ്ട് നാഗ്പൂരുമായി. അവർക്ക് 2006 ശേഷം കാര്യമായ ഒരു നേട്ടം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇത്തവണ ആ തിരിച്ചടികളിൽ നിന്നൊക്കെ കരകയറി ഇവിടെ ഒരു നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെ 2 പാർട്ടികളും വലിയ പോരാട്ടം, വലിയ പ്രചാരണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവസാന മണിക്കൂറുകളിൽ ഒരു കൊട്ടിക്കലാശത്തിന് സമാനമായ കാഴ്ചകളൊന്നും തന്നെ നാഗ്പൂരിൽ നിന്നടക്കം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. നാഗ്പൂരിൽ നിന്നുള്ള വിവരങ്ങൾ ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം നൽകുകയായിരുന്നു. അവിടെ നിതിൻ ഗഡ്കരിയെ പോലെയൊക്കെയുള്ള പ്രമുഖ നേതാക്കൾ മത്സരിക്കുന്നുണ്ട്. ഏതായാലും കൊട്ടിക്കലാശം പോലെയൊക്കെയുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ല, പക്ഷേ മറ്റു ചില ആവേശങ്ങൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്.